ജീവാംശമായി ഭാഗം 2. കോളേജിലെ സംഭവബഹുലമായ മണിക്കൂറുകൾക്ക് ശേഷം ആദിശ് തൻ്റെ ബുള്ളറ്റിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അന്തരീക്ഷത്തിന് വല്ലാത്തൊരു മൂകതയുണ്ടായിരുന്നു. പതിവില്ലാത്ത വിധം മുൻവശത്തെ വരാന്തയിലെ ലൈറ്റുകൾ അണച്ചിട്ടിരിക്കുന്നു. ഉമ്മറത്തെ ചാരുകസേരയിൽ അച്ഛൻ വാസുദേവൻ ഇരിക്കുന്നുണ്ട്. കൂടെ മൂത്ത ചേട്ടൻ ഗണേശും രണ്ടാമത്തെ ചേട്ടൻ ഹരിയും തൂണിൽ ചാരി നിൽക്കുന്നു. ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടിട്ടും ആരും തല ഉയർത്തി നോക്കിയില്ല. ആ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു പൊട്ടിത്തെറി ആദിശ് മുൻകൂട്ടി കണ്ടു. അവൻ വണ്ടി സ്റ്റാൻഡിലിട്ട് മെല്ലെ വീടിൻ്റെ പടികൾ കയറി. അകത്തെ മുറിയിൽ നിന്നും അമ്മ കൃഷ്ണപ്രിയയുടെ നേരിയ തേങ്ങൽ കേൾക്കാം. തെക്കേ ഭാഗത്ത് ചേച്ചിമാരും നിശബ്ദരായി നിൽക്കുകയാണ്. കുട്ടികൾ ആരെയും കാണുന്നില്ല. ചേച്ചിമാർ മാത്രം വന്നതായിരിക്കും. ആദിശ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും വാസുദേവൻ്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദം അവിടെ മുഴങ്ങി. നിൽക്കടാ അവിടെ! ആദിശ് തറഞ്ഞു നിന്നു. അവൻ മെല്ലെ തിരിഞ്ഞു അച്ഛനെ നോക്കി. വാസുദേവൻ സാവധാനം എഴുന്നേറ്റു. ആ കണ്ണുകളിൽ കോപം കൊണ്ട് തീയെരിയുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ കയറിപ്പോകുന്നത്? കോളേജിൽ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളൊക്കെ കഴിഞ്ഞു തറവാട്ടിലേക്കുള്ള വരവാണോ? ആദിശ് മറുപടിയൊന്നും പറഞ്ഞില്ല. തല കുനിച്ചു നിന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി പറയടാ! വാസുദേവൻ അലറി. ആ ശബ്ദം ആ വലിയ വീടിൻ്റെ അകത്തളങ്ങളിൽ പ്രതിധ്വനിച്ചു. അകത്തുനിന്നും കൃഷ്ണപ്രഭ ഓടിവന്നു. വാസുവേട്ടാ, വേണ്ട, അവനോട് ശാന്തമായി ചോദിക്കാം. നീ മിണ്ടരുത്! വാസുദേവൻ കൈ ഉയർത്തി തടുത്തു. ഇവനെ തലയിൽ വെച്ച് ലാളിച്ച് വഷളാക്കിയത് നീയാണ്. അവസാനം നമ്മുടെ കുടുംബത്തിന് തന്നെ നാടക്കേടുണ്ടാക്കി വെച്ചിരിക്കുന്നു. വാസുദേവൻ ആദിശിൻ്റെ അരികിലേക്ക് നടന്നെടുത്തു. കൃഷ്ണമേനോൻ ഇന്നെന്നെ വിളിച്ചു പറഞ്ഞു, വാസുദേവൻ്റെ മകൻ ഏതോ ഒരുത്തിക്ക് വേണ്ടി കോളേജിൽ കിടന്ന് അടിയുണ്ടാക്കിയെന്ന്. ആരാടാ അവൾ? നമ്മുടെ കുലത്തിനും തറവാടും ചേർന്ന വല്ലവളുമാണോ? ആദിശ് മുഖമുയർത്തി അച്ഛനെ നോക്കി. ആ നോട്ടത്തിൽ ഭയമായിരുന്നില്ല, മറിച്ച് ഒരു തരം ദൃഢനിശ്ചയമായിരുന്നു. ജാൻവി, അതാണ് അവളുടെ പേര്. അച്ഛൻ കേട്ടത് സത്യമാണ്. എനിക്ക് അവളെ ഇഷ്ടമാണ്. ഇപ്പോൾ തുടങ്ങിയതല്ല, ചെറുപ്പം മുതൽ എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഇന്ന് മാളവികയും കൂട്ടുകാരുമാണ് ആദ്യം പ്രശ്നം തുടങ്ങിയത്. അവൻ്റെ ആ മറുപടി അവിടെ കൂടി നിന്നവരെ എല്ലാം ഞെട്ടിച്ചു. വാസുദേവന് അത് വിശ്വസിക്കാനായില്ല. താൻ ദേഷ്യം പിടിച്ചു നിൽക്കുമ്പോൾ തൻ്റെ മുഖത്തു നോക്കി മറുപടി പറയാൻ ഇന്നുവരെ ആരും ധൈര്യം കാണിച്ചിട്ടില്ല. നിനക്കിഷ്ടമോ? നിനക്കെന്താടാ വട്ടായോ? ഓട്ടോക്കാരൻ്റെ മകളായ ഒരു നിലയും വിലയും ഇല്ലാത്ത ആ പെണ്ണിനെയാണോ ഈ തറവാട്ടിലെ ഇളയ മരുമകളായി നീ കണ്ടുവച്ചത്? വാസുദേവൻ പുച്ഛത്തോടെ ചിരിച്ചു. അച്ഛാ, നിലയും വിലയും നോക്കിയല്ല ഞാൻ സ്നേഹിച്ചത്. അവൾ നല്ലൊരു പെൺകുട്ടിയാണ്. അവളുടെ മനസ്സാണ് ഞാൻ നോക്കിയത്. നിർത്തടാ! വാസുദേവൻ കൈവീശി ആദിശിൻ്റെ കവളിൽ ആഞ്ഞടിച്ചു. പെട്ടെ എന്ന ശബ്ദം അവിടെ മുഴങ്ങി. ആദിശിൻ്റെ മുഖം വശത്തേക്ക് ചെരിഞ്ഞുപോയി. കൃഷ്ണപ്രഭ നിലവിളിച്ചുകൊണ്ട് ഓടിവന്ന് മകനെ കെട്ടിപ്പിടിച്ചു. അയ്യോ എൻ്റെ കൃഷ്ണ, തല്ലല്ലേ! എൻ്റെ കുഞ്ഞിനെ തല്ലല്ലേ! അമ്മ പൊട്ടിക്കരഞ്ഞു. ആദിശ് കവളിൽ കൈവച്ചു. വേദനയേക്കാൾ കൂടുതൽ അപമാനമാണ് അവന് തോന്നിയത്. ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും മുമ്പിൽ വെച്ച് താൻ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി കിട്ടിയാടി. അവൻ്റെ കണ്ണുകൾ കലങ്ങി. അമ്മേ, മാറി നിൽക്ക്! ആദിശ് അമ്മയെ മെല്ലെ മാറ്റി നിർത്തി. എന്നിട്ട് അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അച്ഛൻ എന്നെ തല്ലാം, കൊല്ലാം, എന്തും ചെയ്യാം. പക്ഷേ അവളെക്കുറിച്ച് മോശമായി പറയരുത്. അച്ഛൻ പറയുന്ന ഈ അന്തസ്സും തറവാട്ടു മഹിമയും നോക്കിയല്ല ഞാൻ ജീവിക്കുന്നത്. ഈ അന്തസ്സ് നഷ്ടപ്പെടാൻ അധികം പണിയൊന്നുമില്ല അച്ഛാ, അത് മറക്കണ്ട. ആദിശിൻ്റെ വാക്കുകൾ വാസുദേവൻ്റെ നെഞ്ചിൽ കൊണ്ടു. പക്ഷേ അഹങ്കാരം അത് സമ്മതിക്കാൻ അനുവദിച്ചില്ല. ഓഹോ, അപ്പോൾ അത്രയ്ക്കായോ? എടാ, ഈ തറവാടിൻ്റെ സ്വത്തിൽ നിനക്കുള്ള പങ്കുകൊണ്ടാണ് നീ ഈ അഹങ്കാരം കാണിക്കുന്നതെങ്കിൽ അത് ഞാനങ്ങ് എഴുതിത്തള്ളും. വെറും കൈയോടെ നീ തെണ്ടി നടക്കേണ്ടി വരും. വേണ്ട, അച്ഛൻ്റെ സ്വത്തും പണവും എനിക്ക് വേണ്ട. ഞാൻ പഠിച്ചിറങ്ങും, ജോലി വാങ്ങും, എന്നിട്ട് എൻ്റെ പെണ്ണിനെ ഞാൻ നോക്കിക്കൊള്ളാം. അല്ലാതെ അച്ഛൻ്റെ ഔദാര്യം പറ്റി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ആദിശ് അത് പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. എടാ, നീ പടിയിറങ്ങിയ പിന്നെ നിനക്ക് ഈ അച്ഛനില്ല! വാസുദേവൻ്റെ ശബ്ദമിടറി. ആദിശ് ഒരു നിമിഷം നിന്നു. തിരിഞ്ഞു നോക്കാതെ അവൻ പറഞ്ഞു, അതച്ഛൻ്റെ തീരുമാനമാണ്. പക്ഷേ എൻ്റെ വാക്കൊന്നേയുള്ളൂ. ജാൻവി, അവൾ എൻ്റെ ജീവനാണ്. അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അവൻ വേഗത്തിൽ കോണിപ്പടികൾ കയറി തൻ്റെ മുറിയിലേക്ക് പോയി. വാതിലടച്ച് കുറ്റിയിട്ടു. താഴെ കൃഷ്ണപ്രഭ തളർന്നു നിലത്തിരുന്നു. എൻ്റെ ഭഗവാനെ, എന്തൊരു പരീക്ഷണമാണിത്! അവർ നെഞ്ചത്തടിച്ചു കരഞ്ഞു. ചേച്ചിമാർ ഓടിവന്ന് അമ്മയെ താങ്ങി. വാസുദേവൻ ആർക്കും മുഖം കൊടുക്കാതെ ഉമ്മറത്തെ ചാരുകസേരയിലേക്ക് മടങ്ങി. ആ വലിയ തറവാട് ഒരു മരണവീട് പോലെ ശോകമൂകമായി. മുറിയിലെത്തിയ ആദിശ് കട്ടിലിലേക്ക് വീണു. കവിൾ നീറുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ നീറുന്നത് മനസ്സാണ്. അച്ഛനുമായി ഇങ്ങനെയൊരു ഏറ്റുമുട്ടൽ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ജാൻവിയെ ഒഴിവാക്കിക്കൊണ്ടൊരു ജീവിതം അവന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ ഫോണെടുത്തു. സ്ക്രീനിൽ ജാൻവിയുമായുള്ള ഫോട്ടോ തെളിഞ്ഞു നിന്നു. അവളുടെ ആ നിഷ്കളങ്കമായ ചിരി അത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് ഒന്ന് തണുത്തു. അതേസമയം ഹോസ്റ്റൽ മുറിയിൽ ജാൻവി വല്ലാത്തൊരു അസ്വസ്ഥതയോടെ ഇരിക്കുകയായിരുന്നു.
വൈകുന്നേരം മുതൽ ആദിയുടെ ഫോൺ വരുന്നില്ല. മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് അവളുടെ മനസ്സ് പറയുന്നുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ വർഷ പിന്നിലൂടെ തോളിൽ കൈവച്ചു. എന്തു പറ്റിയടി? ആദ്യേട്ടൻ വിളിച്ചില്ലേ? ഇല്ലടി, ഫോൺ സ്വിച്ച് ഓഫാ. എനിക്കെന്തോ പേടിയാകുന്നു. വീട്ടിലാരെങ്കിലും അറിഞ്ഞു കാണുമോ? ജാൻവിയുടെ കണ്ണു നിറഞ്ഞു. ഹേയ്, വെറുതെ ഓരോന്ന് ചിന്തിക്കാതെ. ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്തതാകും, അല്ലെങ്കിൽ ഫോൺ ചാർജ് തീർന്നു കാണും. നീ പോയി കിടക്കാൻ നോക്കൂ, വർഷ സമാധാനിപ്പിച്ചു. പക്ഷേ ജാൻവിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ ബെഡിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും നോക്കി. കുറച്ച് സമയം കഴിഞ്ഞ് ഫോണിലേക്ക് ആദിയുടെ ഒരു മെസ്സേജ് വന്നു. ഉറങ്ങിയോ ജാനി? ആദ്യ അയച്ച മെസ്സേജ് കണ്ടതും അവൾ ചാടി എഴുന്നിട്ടു. ഇല്ല ഏട്ടാ, ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്തു പറ്റി? വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ആദ്യ മറുപടി അയക്കാൻ മടിച്ചു. വീട്ടിലെ പ്രശ്നങ്ങൾ അവളെ അറിയിച്ചാൽ അവൾ പേടിക്കും, വിഷമിക്കും. ഇപ്പോൾ തന്നെ അവൾ പലതും ഓർത്തുള്ള പേടിയിലാണ്. ഒന്നുമില്ലടി, ഫോൺ ഓഫായിപ്പോയി. ചാർജ് ഉണ്ടായിരുന്നില്ല. നീ പേടിക്കണ്ട, അവൻ കള്ളം പറഞ്ഞു. പക്ഷേ ജാൻവിക്കത് വിശ്വാസമായില്ല. സത്യം പറയട്ടാ, വീട്ടിലാരെങ്കിലും അറിഞ്ഞോ? അച്ഛൻ വഴക്ക് പറഞ്ഞോ? അവളുടെ ചോദ്യത്തിന് മുമ്പിൽ അവന് പിടിച്ചു നിൽക്കാനായില്ല. അച്ഛൻ അറിഞ്ഞു, ചെറിയൊരു പ്രശ്നം. പക്ഷേ അതൊന്നും സാരമില്ല. ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് മാറ്റില്ല. ആര് തീർത്താലും നീ എൻ്റെയാ. ആ മെസ്സേജ് വായിച്ചപ്പോൾ ജാൻവിയുടെ കൈ വിറച്ചു. അവൾ ഭയന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു. താൻ കാരണം ആദി സ്വന്തം വീട്ടുകാരുമായി തെറ്റിയിരിക്കുന്നു. പിറ്റേന്ന് കോളേജിലെത്തിയ ആദി പഴയ ആദി ആയിരുന്നില്ല. മുഖത്തെപ്പോഴും ഉണ്ടായിരുന്ന ആ കുസൃതിച്ചിരി മാഞ്ഞുപോയിരിക്കുന്നു. കണ്ണുകൾ ചുവന്നിരിക്കുന്നു. കവിളിൽ അച്ഛനടിച്ച പാട് അത് വല്ലാതെ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ അവൻ മാസ്ക് വെച്ചിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് അവൻ ലൈബ്രറിയുടെ പിന്നിലെ പഴയ പടിക്കെട്ടിലിരുന്നു. ആദി ജാൻവിയുടെ മടിയിൽ തലവെച്ച് കിടന്നു. ഏട്ടാ, അവൾ അവൻ്റെ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ട് വിളിച്ചു. നമുക്കിത് നിർത്തിയാലോ? ആദി പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ ഞെട്ടലോടെ അവളെ നോക്കി. എന്താടി നീ പറഞ്ഞത്? അല്ല, ഏട്ടൻ്റെ വീട്ടിൽ ഇത്രയും പ്രശ്നമായില്ലേ? അച്ഛനും അമ്മയ്ക്കും ഏട്ടനെ വലിയ ഇഷ്ടമല്ലേ? ഞാൻ കാരണം അവരുടെ സമാധാനം കളയണ്ട. എനിക്ക് പേടിയാ. ഇനി എൻ്റെ വീട്ടിൽ അറിഞ്ഞാൽ അച്ഛൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല. അവൾ വിതുമ്പി. ആദ്യം അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. ജാനി, ഇനി മേലാൽ ഇങ്ങനെ പറയരുത്. അച്ഛനും അമ്മയ്ക്കും എന്നെ കാര്യമാണ്, സമ്മതിക്കാം. പക്ഷേ എൻ്റെ ജീവിതം ജീവിക്കേണ്ടത് ഞാനാണ്. നിന്നെ ഉപേക്ഷിച്ചിട്ട് രാജാവായിട്ട് ആ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒന്നുമില്ലാതെ നിൻ്റെ കൂടെ ജീവിക്കുന്നതാണ്. നീ കൂടെ ഉണ്ടാകില്ലേ? ആ ചോദ്യത്തിന് മുമ്പിൽ അവൾ തോറ്റുപോയി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഉണ്ടാകും. മരിക്കുന്നത് വരെ ഏട്ടൻ്റെ നിഴലായി ഞാൻ കൂടെ ഉണ്ടാകും. പിന്നെ നിൻ്റെ അച്ഛനെ നമുക്ക് ഒന്നിച്ച് കണ്ട് സംസാരിക്കാം. അതുപോലെ പറഞ്ഞാൽ അച്ഛൻ നമ്മളെ മനസ്സിലാവും എന്നെൻ്റെ മനസ്സ് പറയുന്നു. അത് കേട്ടപ്പോൾ അവൾ ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ പുഞ്ചിരി അവൻ്റെ ചുണ്ടിലേക്കും പകർന്നു. പക്ഷേ ആ തറവാടിൻ്റെ ചുവരുകൾ അവരുടെ പ്രണയത്തിന് വേണ്ടി എന്ത് പ്രതിസന്ധികളാണ് ഒളിച്ചു വച്ചിരിക്കുന്നതെന്ന് രണ്ടുപേരും അന്നേരം അറിഞ്ഞിരുന്നില്ല. തലേ ദിവസം ജാൻവി ചോദിച്ച ചോദ്യം ആദിയുടെ മനസ്സിൽ തീരാത്ത ഭാരമായി കിടന്നു. നമുക്കിത് നിർത്തിയാലോ എന്ന അവളുടെ വാക്കുകൾ അവനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അവളെ തളർത്തുന്നുവെന്ന് അവന് മനസ്സിലായി. ആദ്യം അവൾക്ക് നൽകിയ വാക്ക് അന്നു മുതൽ ഒരു തീരുമാനമായി മാറുകയായിരുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിലും അയാൾ അന്തസ്സിനും അഭിമാനത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണെന്ന് ആദിക്കറിയാം. അമ്മ പാപമാണ്. അച്ഛൻ്റെ ആജ്ഞക്കനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ. അന്തസ്സിനും തറവാടിനും മോശമായി ഇതുവരെ അമ്മയും പ്രവർത്തിച്ചിട്ടില്ല. ഏട്ടത്തിയമ്മമാരെല്ലാം വലിയ വലിയ നായർ കുടുംബത്തിലെ അംഗങ്ങളാണ്. ചേച്ചിമാരെ കെട്ടിച്ചയച്ചതും അങ്ങനത്തെ തറവാട്ടിലേക്ക് തന്നെ. അവർക്കൊക്കെ താനൊരു അപമാനമായിരിക്കുമെന്ന് ആദിക്ക് ഒരു നിമിഷം തോന്നി. പക്ഷേ തൻ്റെ പ്രണയം അതിനു മുകളിലാണെന്ന് അവൻ അടുത്ത നിമിഷത്തിൽ തന്നെ ഉറപ്പിച്ചു. പിറ്റേന്ന് കോളേജിൽ വിടും വരെ ആദിഷ് അസ്വസ്ഥനായിരുന്നു. അവൻ്റെ മുഖത്തെ മുറിവ് ഇന്നും മാസ്ക് കൊണ്ട് മറച്ചിരുന്നു. ജാൻവിയെ ഉച്ചയ്ക്ക് കോളേജ് ക്യാൻറ്റീനിൽ വെച്ച് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയുള്ള വഴിയിൽ അവൾക്ക് സുരക്ഷിതത്വം നൽകുക. ജാനി, ഇന്ന് വൈകുന്നേരം നമുക്ക് നിൻ്റെ അച്ഛനെ കാണാൻ പോകണം. ആദിഷ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നോ? ഏട്ടാ, എനിക്കെന്തോ പേടിയാവുന്നു. അവൾ ചുറ്റും നോക്കി. പേടിക്കണ്ട. ഇന്നലെ നീ വിഷമിച്ച് കണ്ടപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ പ്രണയം നിസ്സാരമല്ലെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. അദ്ദേഹം സമ്മതിച്ചാൽ പിന്നെ നമുക്ക് ആരെയും പേടിക്കാനില്ല. ആദിഷിൻ്റെ വാക്കുകളിൽ എന്തിനു പോന്നവൻ്റെ ധൈര്യമായിരുന്നില്ല, മറിച്ച് എല്ലാം ഉപേക്ഷിച്ച ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യമായിരുന്നു. വൈകുന്നേരം 4 മണിയോടെ അവർ പുറപ്പെട്ടു. ആദിഷ് അവൻ്റെ വിലയേറിയ ബുള്ളറ്റ് എടുത്തില്ല. പകരം നിഹാലിൻ്റെ പഴയ സ്കൂട്ടറാണ് എടുത്തത്. ഇനി തറവാട്ടിലെ ആഡംബരത്തിൻ്റെ ഒന്നും തന്നിൽ വേണ്ട എന്നവൻ ഉറപ്പിച്ചിരുന്നു. ഒരു സാധാരണക്കാരനെപ്പോലെ ജാൻവിയുടെ അച്ഛൻ്റെ അരികിലേക്ക്. ചോലമരങ്ങൾ തണൽ വിരിച്ച തിരക്കൊഴിഞ്ഞ ഗ്രാമീണ പാതയിലൂടെ ആ സ്കൂട്ടർ സഞ്ചരിച്ചു. ആഡംബരത്തിൻ്റെ വേലിക്കെട്ടുകളിൽ നിന്നും പുറത്തു വന്ന ആദിഷ് ആദ്യമായി ആ സ്വാതന്ത്ര്യം ശ്വസിച്ചു. ഈ യാത്രക്ക് ആദിയുടെ ജീവിതത്തിലെ വില എത്രയാണെന്ന് ജാൻവിക്ക് അറിയാമായിരുന്നു. ഒടുവിൽ പുളിമരം തണൽ വിരിച്ച ഒരു കൊച്ചുമുറ്റത്ത് സ്കൂട്ടർ നിന്നു.
ഓടുമേഞ്ഞ ലളിതമായ ആ വീടാണ് ജാൻവിയുടേത്. അവിടെ മുറ്റത്ത് കിടക്കുന്ന ഓട്ടോറിക്ഷയുടെ അരികിൽ അന്നത്തെ അധ്വാനത്തിൻ്റെ ക്ഷീണത്തിൽ ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്നു സുധീഷ്, ജാൻവിയുടെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചുളിവുകൾ ജീവിതഭാരത്തിൻ്റെയും സത്യസന്ധതയുടെയും അടയാളമായിരുന്നു. അച്ഛാ, ജാൻവിയുടെ വിളി കേട്ട് സുധീഷ് തലയുയർത്തി. മകൾക്കൊപ്പം നിൽക്കുന്ന ആദിശിനെ കണ്ടപ്പോൾ അയാളൊന്നു ഞെട്ടി. നാട്ടിലെ വാസുദേവൻ മുതലാളിയുടെ മകൻ കോളേജിൽ തൻ്റെ മകളോടൊപ്പം കറങ്ങി നടക്കുന്നു എന്നൊക്കെ അയാളും കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ഹോസ്റ്റലിലായതുകൊണ്ട് വരുമ്പോൾ ചോദിക്കണമെന്ന് കരുതിയിരുന്നു. കോളേജാവുമ്പോൾ ചെറിയ പ്രണയമൊക്കെ ഉണ്ടാകുമെന്ന് അയാൾക്കറിയാം. ഇത് പക്ഷേ ഇത്ര വലിയ ഒരു കൊടുങ്കാറ്റായി തൻ്റെ വീട്ടിലേക്ക് ആഞ്ഞു വീശുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല. ഈ വരവ് ഒരു ദുരന്തത്തിന് മുന്നറിയിപ്പാകുമോ? സുധീഷിൻ്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. മോളെ, ഇത്? സുധി വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. ആദിഷ് സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി. അവൻ വിനയത്തോടെ തലകുനിച്ച് സുധീഷിൻ്റെ മുമ്പിൽ നിന്നു. തറവാട്ടിലെ പ്രൗഢിയോ അഹങ്കാരമോ ആ മുഖത്തുണ്ടായിരുന്നില്ല. പകരം ആത്മാർത്ഥതയുടെയും വേദനയുടെയും ഒരു ഭാവമായിരുന്നു. മുഖത്തിൻ്റെ ഇടതുഭാഗത്ത് കല്ലിച്ചു കിടക്കുന്നൊരു മുറിവും കാണാനുണ്ട്. മാന്യമായ വേഷം. ഞാൻ ആദിഷ്, ജാൻവിയുടെ കോളേജ് മേറ്റാണ്. ഞാൻ അച്ഛനെ കാണാൻ വന്നതാണ്. സുധീഷിന് എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞില്ല. ഭയം അദ്ദേഹത്തെ കസേരയിലേക്ക് പിടിച്ചിരുത്തി. വാസുദേവൻ്റെ മകനോടുള്ള ഭയമായിരുന്നില്ല, മറിച്ച് തൻ്റെ മകളുടെ ഭാവി തകർന്നു പോകുമോ എന്ന ആശങ്കയായിരുന്നു അയാളിൽ മുന്നിട്ട് നിന്നത്. എന്തിനാ മോനെ ഈ പാവങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? അച്ഛാ, എനിക്ക് ജാൻവിയെ ഇഷ്ടമാണ്. അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദിശ് വാക്കുകൾ വളച്ചൊടിക്കാതെ സത്യം പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ സുധിയുടെ കണ്ണു നിറഞ്ഞു. മോനെ, നീ വലിയ തറവാട്ടിലെ കുട്ടിയാണ്. പക്ഷേ ഇതൊരു ഓട്ടോക്കാരൻ്റെ കുടുംബമാണ്. ഞങ്ങളുടെ മോളെ മോൻ വെറുതെ വിടണം. സുധി കൈകൂപ്പി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ദേവിക അടുക്കളവാതിൽക്കൽ കണ്ണുനീർ തുടച്ചുകൊണ്ട് നിന്നു. ഞാൻ നിന്റെ കാല് പിടിക്കാം. ആ നിമിഷം ആദിശിൻ്റെ ഹൃദയം നുറുങ്ങിപ്പോയിരുന്നു. തൻ്റെ പ്രണയം ഈ പാവം മനുഷ്യന് നൽകുന്നത് ഭയമാണ്, അപമാനമാണ്. തൻ്റെ അച്ഛൻ്റെ സമ്പത്തിൻ്റെ കണക്കാണ് ഈ മനുഷ്യൻ്റെ കണ്ണീരിന് കാരണമെന്ന് അവർക്ക് മനസ്സിലായി. അച്ഛാ, ആദിശ് പെട്ടെന്ന് നിലത്ത് മുട്ടുകുത്തി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ജാൻവി ഞെട്ടലോടെ അവൻ്റെ തോളിൽ പിടിച്ചു. അച്ഛൻ, നിങ്ങൾ എൻ്റെ നേരെ കൈ കൂപ്പരുത്. ഞാനിപ്പോൾ ആ വലിയ വീട്ടിലെ പയ്യനല്ല. ഈ ലോകത്ത് എൻ്റെ പ്രണയത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായവനാണ്. എൻ്റെ അച്ഛൻ എന്നെ തള്ളിപ്പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ പുറത്താക്കപ്പെട്ട അവസ്ഥയിലാണ്. സുധീഷും അയാളുടെ ഭാര്യ ദേവികയും പരസ്പരം നോക്കി. ആദിശ് ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തു. എൻ്റെ അച്ഛൻ ആ തറവാടേൻ്റെ അന്തസ്സിന് ചേരുന്നില്ലെന്ന് പറഞ്ഞ് ജാൻവിയോടുള്ള എൻ്റെ പ്രണയം ഒഴിവാക്കാനാണ് ആവശ്യപ്പെട്ടത്. ഞാൻ സമ്മതിച്ചില്ല. അതിൻ്റെ പേരിൽ അച്ഛൻ്റെ അടികൊണ്ടിട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് പണം വേണ്ട, സ്വത്ത് വേണ്ട. എനിക്ക് വേണ്ടത് എൻ്റെ ജാൻവിയെ മാത്രമാണ്. ആദിശ് വിനയത്തോടെ സുധീഷിൻ്റെ കാലിൽ തൊട്ട് വന്നിച്ചു. അവൾ എൻ്റെ ജീവനാണച്ഛാ. ഈ പ്രണയത്തിന് വേണ്ടി ഞാൻ എന്ത് വില കൊടുക്കാനും തയ്യാറാണ്. ഞാൻ പടിയെടുത്ത് ജീവിക്കും. അവളെ ഞാൻ സന്തോഷിപ്പിക്കും. അച്ഛൻ്റെ മകൾക്ക് ഒരു ദുരിതവും ഉണ്ടാകില്ലെന്ന് ഞാൻ വാക്കു തരുന്നു. സുധീഷിന് വിശ്വസിക്കാനായില്ല. ലോകം മുഴുവൻ കയ്യിലിരിക്കുമ്പോൾ ഒരു ഓട്ടോക്കാരൻ്റെ മകൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച ഈ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ സത്യമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്കെങ്ങനെ ഈ സത്യത്തെ തള്ളിപ്പറയാൻ കഴിയും മോനെ? എൻ്റെ മകൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച നിൻ്റെ സ്നേഹത്തെ എനിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സുധി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ആദ്യ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വാത്സല്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരു നിമിഷമായിരുന്നത്. മോനെ, എൻ്റെ മകൾക്ക് വേണ്ടിയാണ് നീ എല്ലാം ഉപേക്ഷിച്ചതെങ്കിൽ ഈ അച്ഛൻ നിൻ്റെ കൂടെ ഉണ്ടാകും. എന്നെ മനസ്സിലാക്കണം. എൻ്റെ മകൾ, അവളുടെ സന്തോഷം മാത്രം മതി എനിക്ക്. പക്ഷേ നിങ്ങൾക്ക് ഈ തീരുമാനം തെറ്റായിരുന്നു എന്ന് ഭാവിയിൽ തോന്നാൻ പാടില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛാ. അച്ഛൻ പേടിക്കുന്നത് പോലെ പ്രേമത്തിന് കണ്ണും മൂക്കുമില്ല എന്ന് പറയുന്നത് ശരിയാണ്. എങ്കിലും കൗമാരം വിട്ട് യുവത്വത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പ്രണയം വെറും ആകർഷണമല്ല. അത് കേട്ടാൽ മതി മോനെ. ജാൻവി സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അവരുടെ പ്രണയം അതിൻ്റെ തീവ്രതയിൽ ഒരു സാധാരണക്കാരൻ്റെ ഹൃദയത്തിൽ അംഗീകാരം നേടിയിരിക്കുന്നു. ആദിശ് ആശ്വാസത്തോടെ ദീർഘമായി ശ്വാസമെടുത്തു. താൽക്കാലികമായെങ്കിലും തനിക്ക് സപ്പോർട്ടായി സുധി എന്ന വാത്സല്യത്തിൻ്റെ ഉടമയുമുണ്ടെന്ന് അവന് മനസ്സിലായി. അച്ഛാ, ഞാൻ ഈ കോളേജ് വിട്ട ശേഷം വൈകുന്നേരം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിക്ക് ശ്രമിക്കാം. അങ്ങനെ പഠനം പൂർത്തിയാക്കണം, ആദിശ് പറഞ്ഞു. ശരി മോനെ, നീ പോയി ഫ്രഷായി വാ. നമുക്ക് ചായ കുടിക്കാം. ജോലിയുടെ കാര്യം അച്ഛനും അന്വേഷിക്കാം. സുധിയുടെ വാക്കുകൾ അവന് പുതിയൊരു ജീവിതം നൽകുകയായിരുന്നു. ആ രാത്രി ആ ചെറിയ വീട്ടുമുറ്റത്ത് നിലാവെളിച്ചം പരന്നു. അവിടെ പണത്തിൻ്റെ മതിലുകൾ തകർന്നു വീഴുകയായിരുന്നു. പകരം ആദിശിന് പുതിയൊരു സ്നേഹവീട് ലഭിച്ചിരിക്കുന്നു. വാസുദേവൻ്റെ സ്വത്തിൻ്റെ അഹങ്കാരത്തിൽ നിന്നും സുധിയുടെ വാത്സല്യത്തിൻ്റെ ചൂടിലേക്ക് അവൻ പറിച്ചു നടപ്പെട്ടു. പുറത്ത് കുറുക്കന്മാരുടെ നേരിയ ശബ്ദവും ചീവീടുകളുടെ കരച്ചിലും മാത്രം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലും ആ പ്രണയത്തിന് സാക്ഷി നിന്നു.
പണത്തിൻ്റെ ധാരാളിത്തമില്ലാത്ത എന്നാൽ വിശ്വാസത്തിൻ്റെ അടിത്തറയുള്ള ആ പുതിയ ബന്ധം ആദിശിൻ്റെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകി. അവൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ രാത്രിയായിരുന്നു. അവൻ്റെ മനസ്സിൽ വേവുന്ന ചിന്തകൾ കയറി വന്നെങ്കിലും അവൻ അതെല്ലാം മറന്നുകൊണ്ട് സ്റ്റെപ്പ് കയറി തുടങ്ങി. പക്ഷേ അവർക്കെതിരെ പുതിയ കുരുക്കളുമായി അവർ നീങ്ങിത്തുടങ്ങിയിരുന്നു. അടുത്ത ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.